ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണോ അവർ എക്സ്പ്രസ് ചെയ്യുന്നത്, അതായത് മനസ്സിലുള്ളത് പോലെയാണോ ഈ ഒരു വ്യക്തി പുറമേ പെരുമാറുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ, അവരുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഓൾറെഡി ഈ ഒരു കണക്ഷൻ എൻഡായ പോലത്തെ ഒരു അവസ്ഥയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നോ കോണ്ടാക്റ്റിലൂടെ പോകുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ അടുത്തായിട്ട് ചെറിയ വഴക്കുകൾ, പിണക്കങ്ങൾ മാത്രമുള്ള അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല. കാര്യമായിട്ടുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്ത് തന്നെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരുപാട് നാളുകളായിട്ട് ചിലപ്പോൾ അകന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. കാരണം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള മുറിവുകളെല്ലാം മറക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെ പെയിൻ, സഫറിങ്സ്, ചിലപ്പോൾ ഇതിനകത്ത് സാക്രിഫൈസ് നടന്നിട്ടുണ്ടാവാം. അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതെല്ലാം മനസ്സിൽ നിന്ന് ആ ഒരു മുറിവ് ഉണക്കാനായിട്ട് ശ്രമിച്ച ഒരു പേഴ്സണാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളെയോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെയോ ചിലപ്പോൾ മറക്കാനായിട്ട് ശ്രമിച്ചൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ആ ഒരു പേഴ്സൺ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിനാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ പോലും അവരൊരു ഫേസ് മാസ്ക് ഇട്ട് നടക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഒരു ഫേസ് മാസ്ക് ഇട്ട് നടക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണോ അതെല്ലാം മറച്ചു വെച്ച് മറ്റൊരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, മാനസികമായിട്ട് അത്രയേറെ ബുദ്ധിമുട്ടുകൾ, സ്ട്രഗിൾസ്, ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ, ഒറ്റപ്പെടലെല്ലാം ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ മറ്റുള്ളവരുടെ മുൻപിലായിരിക്കാം, സൊസൈറ്റിയിലായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ മറ്റൊരു മുഖത്തോടു കൂടി നടക്കുന്നു. ചിലപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, ഐ ആം ഓക്കെ എന്നുള്ളൊരു രീതിയിലായിരിക്കാം മുന്നോട്ട് പോകുന്നത്. പക്ഷെ മാനസികമായിട്ട് നല്ല രീതിയിലുള്ളൊരു ഇന്നർ സ്ട്രഗിൾ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, മാനസികമായിട്ട് വളരെയധികം പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു വ്യക്തിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് മറ്റൊരു വ്യക്തിയായിട്ട് മാറി നിൽക്കേണ്ടുന്ന ഒരവസ്ഥയാണ്. റിയൽ ആയിട്ട് ഈ ഒരു പേഴ്സൺ എന്താണോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ എന്താണോ അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് മറ്റൊരു വ്യക്തിയായിട്ട് നടക്കുക, അല്ലെങ്കിൽ ചിലവരെ ആ ഒരു രീതിയിൽ ബോധിപ്പിക്കേണ്ടുന്ന ഒരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഈ ഒരു സ്ട്രഗിള്, ടെൻഷൻ, കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിരിക്കാം ചിലപ്പോൾ ഇവരെ എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു പാസ്റ്റിൽ നിന്നൊരു മുക്തി കിട്ടാനൊക്കെ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആ ഒരു ബ്രേക്കപ്പിലേക്ക് പോയവരോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്ത് മാറിയവരൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും മാനസികമായിട്ട് ഈ ഒരു പേഴ്സണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ ഒരു വ്യക്തിയുടെ സോൾ അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി നിങ്ങളിലേക്ക് വരാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിങ്ങളെ വിട്ട് കളയാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യത്തിൽ അതിനൊട്ട് അവർക്ക് സാധിക്കുന്നുമില്ല. അപ്പോൾ ആ ഒരു വ്യക്തി തന്നെ നല്ല രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയാണ്. പുറമേ മറ്റൊരു വ്യക്തിയായിട്ടും അവരുടെ മനസ്സിനകത്തുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ്, അവരുടെ ഒരു ഇന്നർ വോയിസ് പറയുന്നത് വീണ്ടും ഇതിലേക്ക് വരൂ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള അട്രാക്ഷൻ നിങ്ങളെ കാണണമെന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരിക്കാം. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു പിടിവലി തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു സ്വസ്ഥതയില്ലാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ മനസ്സൊരു കാര്യം ആഗ്രഹിക്കുകയും പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നടക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോംപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഇവിടെയുണ്ട്. അപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ഇൻഫ്ലുവൻസ് നല്ല രീതിയിലുള്ള ഒരു ബന്ധം തന്നെയാണിത്. ഏതൊക്കെയോ തരത്തിൽ നിങ്ങൾ കണക്റ്റായി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും
സ്റ്റിൽ നിങ്ങൾ വെയിറ്റിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പറിച്ചറിയാൻ കഴിയുന്നുണ്ടാവില്ല. ബിക്കോസ് ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എനർജീസ് നമുക്ക് നല്ലതുപോലെ തന്നെ ഇതിനകത്ത് വിസിബിളായിട്ട് കാണാം. ഏതൊക്കെയോ തരത്തിൽ നിങ്ങൾ സ്പിരിച്വലി ഒക്കെ കണക്റ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഇപ്പോഴത്തെ നമ്മളുടെ പ്രത്യക്ഷമായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫിൽ പല കാര്യങ്ങൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം, പല തടസ്സങ്ങളൊക്കെ കയറി വരുമ്പോൾ നമ്മൾ പല പല ഡിസിഷൻസ് എടുക്കുന്നു. പക്ഷെ എന്താണോ നമ്മളുടെ ആ ഒരു സോൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സോൾ സെർച്ച് ചെയ്യുന്നത്, അത് അതിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവരുടെ ഒരു ഇന്നർ വോയിസ് ആ ഒരു സോഴ്സിലേക്ക്, ഉറവിടത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാനാണ് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ പ്രത്യക്ഷത്തിലുള്ള സാഹചര്യങ്ങൾ അതിനകത്ത് സമ്മതിക്കാത്തത് കൊണ്ടായിരിക്കാം അവർക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജിൽ കാണുന്നത് പോലെ തന്നെ, ആ ഒരു മൈൻഡ് എന്നുള്ള ഇമേജിനകത്ത് വരുന്നത് പോലെ തന്നെ ആകെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു മനസ്സ്, തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക, ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ല. എന്തുണ്ടെങ്കിലും സമാധാനം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിലാണ് രണ്ടാമതായിട്ട് നമുക്ക് സന്തോഷം കയറി വരിക. അപ്പോൾ ഇതൊന്നും ഈ ഒരു പേഴ്സൺ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മാറി നിൽക്കുന്ന സാഹചര്യത്തിലും അവരുടെ മൈൻഡ് അവരുടെ കയ്യിലല്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നോ കോൺടാക്റ്റിൽ പോകുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളൊരു പേഴ്സണാണ്. ഈ ഒരു സമയത്ത് മാത്രമല്ല, പലപ്പോഴും ഈ ഒരു വ്യക്തി അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ബ്ലോക്ക്ഡ് സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് മാറ്റി നോക്കുക. ചിലപ്പോൾ നിങ്ങൾ തന്നെ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തരത്തിൽ, ഏതൊക്കെയോ തരത്തിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടാവാം. കാരണം പലപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സ് ഇതിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഒരു സ്വസ്ഥതയില്ല. നിങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഊർജ്ജം അവർക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ വളരെ പരിതാപകരമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കിവിടുത്തെ ഈ ഒരു ടോട്ടാലിറ്റി എന്നുള്ള എനർജിയിൽ തന്നെ കാണാം. ഒരു ഞാണിന്മേൽ കളി പോലെയാണ് സത്യത്തിൽ അവരുടെ ഒരു മനസ്സുള്ളത്. അവർക്കൊരു ഉറച്ചൊരു തീരുമാനം എടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, ഒരു ഡിസിഷൻ എടുത്ത് മാറിപ്പോയൊരു വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് പോലും ഇല്ലാതെ നിങ്ങൾ പിരിഞ്ഞു പോയ വ്യക്തികളൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും അറിയാതെ തന്നെ ഏതോ ഒരു ഫോഴ്സ് നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാൻ അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് ഇത് ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്തത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി അങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുത്ത് നിങ്ങളിൽ നിന്ന് മാറി നിന്നൊരു അവസരത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസരത്തിലൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഇവർ ഇതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓണായി പോവും എന്നുള്ളത്. കുറച്ച് കഴിയുമ്പോൾ എല്ലാം സാവകാശം മറന്നു പോയിക്കോളും, അല്ലെങ്കിൽ ഓക്കെ ആയിക്കോളും സാഹചര്യം കൊണ്ട് എന്ന് വിചാരിച്ചൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഈ ഒരു പേഴ്സൺ സ്റ്റിൽ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഫസ്റ്റ് ഡെക്കിലെ ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഔട്ട്സൈഡർ എനർജിയാണ്. അപ്പോൾ ഒരു കാലത്ത് അത്രമേൽ സ്നേഹിക്കപ്പെട്ടിരുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ കണക്ഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ തികച്ചും അന്യരായിട്ടുള്ള രണ്ട് വ്യക്തികളെ പോലെ നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടാവാം. ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ അകറ്റിയിട്ടുണ്ടാവാം. എങ്കിലും നമുക്കിവിടെ കാണാം ഒരു ഗേറ്റിനപ്പുറത്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ആ ഒരു മതിൽക്കെട്ട് അല്ലെങ്കിൽ ആ ഒരു തടസ്സത്തിനപ്പുറം ഇപ്പുറം നിങ്ങൾ രണ്ട് വ്യക്തികളുണ്ട്. പക്ഷേ ആ ഒരു ബാരിയറാണ് നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാനായിട്ട് സമ്മതിക്കാത്തത് എന്നുള്ളതാണ്. ഇപ്പോൾ ഫിസിക്കലി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കണക്ഷൻ ഇല്ല, നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റിലാണ്, നിങ്ങൾ തമ്മിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് പോലും ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. എങ്കിലും സ്റ്റിൽ ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് തന്നെയുണ്ട്. അവരൊരു ചുഴിയിൽ പെട്ടതുപോലെ ഇതിനകത്ത് തന്നെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ആ ഒരു അവസ്ഥ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഇങ്ങനെയുള്ള ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇമേജിനകത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു ലോക്ക് ചെയ്ത ഗേറ്റിനകത്ത് ഒരു കുട്ടി നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ. അവരൊരു ട്രാപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് ആ ഒരു കൂടിനകത്തായിരിക്കും ആ ഒരു പേഴ്സൺ ഉള്ളത്. ചിലപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ഫാമിലിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഏത് സാഹചര്യവും ആയിരിക്കാം. പക്ഷെ അവിടെ നിൽക്കുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങളെയാണ് ഈ ഒരു പേഴ്സൺ ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അവരെവിടെയാണോ ഉള്ളത് അവിടെ അവർ ഹാപ്പി അല്ല, അവരുടെ കണ്ണ് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെയാണ് ഈ ഒരു പേഴ്സൺ എത്ര അകലത്തിലാണെന്നുണ്ടെങ്കിലും ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പുറമെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഓക്കെയാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയിൽ ആ ഒരു വേഷം കെട്ടി നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ പുറമേ കാണുന്നതല്ല യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് എല്ലാം ആ ഒരു തരത്തിലല്ല.
ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും തരത്തിൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇവർ വളരെ ഓക്കെ ആയിട്ടിരിക്കുകയാണോ എന്നുള്ള ഒരു ഫീലിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. അവർ പുറമേ എന്ത് കാണിക്കുന്നു യഥാർത്ഥത്തിൽ അവരുടെ ഒരു മൈൻഡ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിംഗ് അങ്ങനെയല്ല എന്നുള്ളത് തന്നെയാണ്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയും. ഈ പറഞ്ഞതുപോലെയാണ് ഈ പേഴ്സൻ്റെ അവസ്ഥ. അപ്പോൾ പുറമെ നിന്ന് നോക്കുന്നവർക്ക് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു, ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, അവർ ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജിയൊക്കെ തോന്നിയേക്കാം. പക്ഷേ ആക്ച്വലി ഈ ഒരു പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളത് വളരെ വിസിബിളായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ആ ഒരു പേഴ്സൺ അതിന് വേണ്ടി ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നമ്മൾ ഇവരുടെ ഒരു ഇന്നർ ഫീലിങ്സിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു മൈൻഡ് വേർഡ്സ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഓവർവെൽം എന്നുള്ള എനർജിയാണ്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എനർജീസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു കാർഡിലുള്ളത്. അവർ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരത്രയേറെ ഒരു പ്രഷർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇപ്പോൾ അകന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ കൂടെ ഇല്ല, അല്ലെങ്കിൽ അവർ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം അവർ അത്രയേറെ ഒരു പ്രഷറിലും ടെൻഷനിലൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ചിലപ്പോൾ ഫിസിക്കലി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ മെൻ്റലി ഈ ഒരു വ്യക്തിക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു എനർജിയാണ്. ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിച്ച് നോക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ നേരത്തെ ഒരു ഡിസിഷൻ എടുത്ത സമയത്ത് അവർ അവരുടെ കാര്യങ്ങൾ മാത്രം വളരെ സെൽഫിഷായിട്ട് നോക്കി പോയൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുന്നോ അവരപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അവർ ഒരുപാട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. ദി നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഗോസിപ്പാണ്. ഐ എം എഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. സത്യത്തിൽ ഇതാണ് ഈ ഒരു പേഴ്സൻ്റെ പ്രശ്നം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം അവർ ആരെയൊക്കെ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനമല്ല തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റേത്. നിങ്ങളിൽ നിന്ന് ഈ വ്യക്തി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലോ നോ കോൺടാക്റ്റിലേക്ക് ആയിട്ടുണ്ടെങ്കിലും അത് ഈ ഒരു വ്യക്തിയുടെ സ്വന്തമായിട്ടൊരു ഡിസിഷൻ അല്ല, മറ്റുള്ളവരെ ഭയന്നിട്ടോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടോ എടുത്തൊരു തീരുമാനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് പോലും, നിങ്ങളുമായിട്ടൊരു നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയാത്തതിൻ്റെ റീസൺ അതാണ്. ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു പ്രഷറൊക്കെ വന്ന സമയത്തായിരിക്കാം അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മാറിയത്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും, ആരുടെങ്കിലും ഒരു നിർബന്ധമോ പ്രേരണയോ ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇത് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞല്ലോ, പിന്നെ എനിക്ക് സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു സമാധാനത്തോടെ ഈ ഒരു പേഴ്സണ് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി എടുത്ത ഒരു തീരുമാനമല്ലായിരുന്നു ഇത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചില വ്യക്തികളുടെയൊക്കെ കേസസിൽ ഇവിടെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ട് പോലും ഉണ്ടാവണമെന്നില്ല, ഇതിൽ നിന്നും പിന്മാറുകയാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഇനി വരില്ല എന്നോ അങ്ങനെ ഒന്നും പറയാതെ ആയിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് വാനിഷായി പോയതായിരിക്കും. നിങ്ങൾ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ടാവാം, എന്ത് പറ്റി ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നതാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ മാറിപ്പോവാൻ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ഒഴിവാക്കി പോകാനായിട്ട് എന്താണ് ഇവർക്കിപ്പോൾ സംഭവിച്ചത് എന്നുള്ളൊരു ക്ലാരിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയും നമുക്ക് ഇതിനകത്ത് കാണാം. ഇനി റിവീൽ എന്നുള്ളതാണ് നെക്സ്റ്റ് എനർജി. ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. തീർച്ചയായിട്ടും മറച്ചു വെച്ച ചില സത്യങ്ങളുണ്ട്, അത് നിങ്ങളോട് പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തില്ലായിരുന്നു. ചില ആളുകളുണ്ട് അവർക്ക് മുഖത്ത് നോക്കി കാര്യം പറയാനായിട്ടൊരു പേടിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒന്നും അറിയിക്കേണ്ട ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതെല്ലാം വളരെ തെറ്റായ ധാരണകളാണ്. നമ്മളുടെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു വിഷമമോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പാർട്ട്ണറെ അറിയിക്കേണ്ടതാണ്. എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അവസ്ഥ, അവർ നമ്മളുടെ ഒപ്പം നിന്നാലും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ആഫ്റ്റർ ഓൾ അത് തുറന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവരോട് നമ്മളത് പറഞ്ഞു, അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ പോട്ടെ എന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തണം, ചില സത്യങ്ങൾ തുറന്ന് പറയാനായിട്ടുണ്ട് എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. റിഫ്ലക്ഷനാണ് നെക്സ്റ്റ് കാർഡ്. ബീയിങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട്
അകന്നു നിന്ന ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് നിങ്ങളുടെ ഒരു വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അങ്ങനെയുള്ള സത്യങ്ങൾ അവർക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു സമയത്ത് തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നൊന്ന് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ബ്രേക്കപ്പിലേക്ക് പോകുന്ന അവസ്ഥയിലൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും, അല്ലെങ്കിൽ പതിയെ പതിയെ എനിക്ക് റിക്കവർ ആവാം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോഴാണ് അവർക്ക് വസ്തുതകൾ ശരിക്കും മനസ്സിലാവുന്നത്. ഇത്രത്തോളം നിങ്ങളവർക്ക് പ്രിയപ്പെട്ടതാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അത്രമേൽ ബുദ്ധിമുട്ടായിരിക്കും മുന്നിലേക്ക് പോകാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് തന്നെയാണ്. ഈ ലാസ്റ്റ് കാർഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറീപ്ലേസബിൾ എന്നുള്ള ഒരു എനർജിയാണ്. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിന് പകരം വെക്കാനായിട്ട് അവരുടെ ലൈഫിൽ മറ്റൊന്നും ഇല്ല എന്നുള്ളൊരു സത്യം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ വിസിബിളായിട്ട് ഇപ്പോൾ അത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെപ്പോലെ മറ്റാർക്കോ ആവാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹത്തിന് പകരം വെക്കാനായിട്ട് ഒന്നുമില്ല എന്നുള്ള ആ ഒരു സത്യം നല്ല രീതിയിൽ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവരിതെല്ലാം മനസ്സിലാക്കി വരുന്ന ഒരു സമയമാണ്. മാനസികമായിട്ട് അവരത് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ എന്തായിരുന്നു, നിങ്ങളുടെ ഒരു വാല്യൂ എന്തായിരുന്നു, നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എനർജി പോലെ തന്നെ ഈ അകന്ന് നിൽക്കുന്ന സമയത്താണ് അവർക്ക് പലതിനും ഒരു ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നത്. നമ്മൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ പുറകെ നടന്നിട്ടുണ്ടാവാം, ക്ലാരിറ്റി ചോദിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പേഴ്സണായിരിക്കാം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് ഈ ഒരു വ്യക്തിക്കായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങിയാലെങ്കിലും അവരെ തേർഡ് പാർട്ടി ആയിക്കോട്ടെ ആരായാലും വെറുതെ വിടും, അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാമെന്ന് കരുതിയൊരു വ്യക്തിയാണ്. പക്ഷെ അതൊന്നും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ നല്ല രീതിയിൽ ഒരു പേഴ്സൺ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഏതോ ഒരു ഫോഴ്സ് നിങ്ങളെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ എത്ര വിചാരിച്ചിട്ടും ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയാത്തത്. ചിലപ്പോൾ അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ട്രൈറ്റ് കൊണ്ടാണെന്ന് ആ ഒരു വ്യക്തിക്ക് തിരിച്ചറിയുന്നുണ്ടാവില്ല. എങ്കിൽ പോലും അവരുടെ മനസ്സിനകത്ത് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു പ്രേരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും മനസ്സിനകത്ത് വീണ്ടും നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നോ കോണ്ടാക്റ്റിലൂടെ പോകുന്ന വ്യക്തികളുടെ ഒരു സ്പ്രെഡ് തന്നെയാണ്. നമ്മളിവിടെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം, ഈ ഒരു ഗ്യാപ്പ് വന്നിട്ടും ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സണായിട്ട് ചിലപ്പോൾ തനിയെ ഇറങ്ങിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ ഇനി ഇതിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു പോയ വ്യക്തിയായിരിക്കാം, വാനിഷായി പോയ പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ തീവ്രമായിട്ടുള്ള ആ ഒരു നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ആകർഷണം കാണുമ്പോൾ തന്നെ നമുക്കറിയാം തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. അവരിപ്പോൾ എന്തോ ഒരു കാര്യത്തിനകത്ത് സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയാണ്. നമ്മൾ നേരത്തെ ആ ഒരു എനർജിയിൽ കണ്ടതുപോലെ മറ്റുള്ളവരെ പേടിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഒരുപാട് നാൾ ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിൻ്റെ തീവ്രമായിട്ടുള്ള ആ ഒരു എനർജിയിൽ നിന്ന് മാറി നിൽക്കാൻ ആ ഒരു പേഴ്സണ് കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയും അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ നിങ്ങളില്ലാതെ ഹാപ്പി ആയിട്ട് പോയിരിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരുടെ സ്വസ്ഥത കെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് വന്നുകൊണ്ട് നമ്മൾ ഇനി ക്ലൂസിലേക്കൊന്നും പ്രത്യേകിച്ച് പോകുന്നില്ല. ഇനി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി ആ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഗ്യാപ്പ് വന്ന വ്യക്തികളുടെ ഒരു സ്പ്രെഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ടും റെസനേറ്റ് ആവുന്ന ഒരു എനർജീസ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അകന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പേഴ്സണെ പോലെ തന്നെ നിങ്ങളും ആ ഒരു റീകൺസിലിയേഷന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങൾ മാറിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.